പ്രിയപ്പെട്ടവരെ, മുസ്ലിം ഉമ്മത്ത് മുഴുവൻ കാതോർത്തിരുന്ന പരിശുദ്ധമായ റജബിൻ്റെ അജ്ബേറും രാവ്, ആദ്യത്തെ വെള്ളിയാഴ്ച രാവ് ഇന്നാണ്. ഇന്നത്തെ മഗ്‌രിബ് വാങ്കോടെ നാം കയറിപ്പോകുന്നത് പരിശുദ്ധമായ റജബിൻ്റെ ഏറ്റവും പുണ്യമാക്കപ്പെട്ട ആദ്യത്തെ വെള്ളിയാഴ്ച രാവിലേക്കാണ്. റജബിൻ്റെ ആദ്യ രാവ് നഷ്ടപ്പെട്ട മുഴുവൻ ആളുകൾക്കും ആ പോരിശം മുഴുവൻ വളരെ സിമ്പിളായിട്ട് നേടിയെടുക്കാൻ ഇന്നത്തെ രാവ് കൊണ്ട് പറ്റും. ഈ രാവിനെക്കുറിച്ച് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് ലാ തൗഫുലു എന്നാണ്. അശ്രദ്ധമാക്കി കളയല്ലേ ഉമ്മത്തെ, നഷ്ടപ്പെടുത്തി കളയല്ലേ, മിസ്സാക്കി കളയല്ലേ, ഇത് പോരിശാക്കപ്പെട്ട രാവാണെന്നാണ്. ഈ രാവിനെക്കുറിച്ച് അള്ളാഹുവിൻ്റെ മലക്കുകൾ പറയുന്ന പേര് ലൈലത്തുർ റാഇബ് എന്നാണ്. വളരെ അപൂർവമായൊരു രാവ്, അതായത് അള്ളാഹു സുബ്ഹാനഹു വ തആല ആവശ്യങ്ങളൊക്കെ നിറവേറ്റിത്തരുന്ന രാവ്. ആകാശഭൂമികളിലുള്ള മുഴുവൻ മലക്കുകളും അവരും ഒരു സമ്മേളനം നടത്തുന്നുണ്ട് ഇന്ന് കഅബ മന്ദിരത്തിൻ്റെ തിരുമുറ്റത്ത് മത്താഫിൽ വെച്ചുകൊണ്ട് വലിയൊരു സമ്മേളനം നടക്കുകയാണ്. ആ സമ്മേളനത്തിൽ വെച്ച് എന്തിനാ മലക്കൽ അവിടെ ഒരുമിച്ച് കൂടിയത്? അള്ളാഹു ചോദിക്കുന്നുണ്ട്, സലൂനി മാശികത്തും, എന്തിനാ നിങ്ങളിവിടെ സമ്മേളിക്കുന്നത്, എന്താ നിങ്ങളുടെ ഉദ്ദേശം? ആ മലക്കൾ പറയും, അള്ളാഹുവേ, റജബനെ ആദരിക്കുന്ന ബഹുമാനിക്കുന്ന ഉമ്മത്തിന്, സഹോദര സഹോദരിമാർക്ക്, അള്ളാഹുവേ, റജബിൽ നോമ്പെടുക്കുന്നവർക്ക് നീ പുറത്തു കൊടുക്കണമെന്ന് തേടാൻ വന്നതാണ്. അതാണ് ഈ സമ്മേളനത്തിൻ്റെ ഉദ്ദേശം. അള്ളാഹു പറയും, ഒരു കുഴപ്പമില്ല, അവർക്ക് ഞാൻ പൊറുക്കാൻ തയ്യാറാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, തീർച്ചയായും അള്ളാഹു സുബ്ഹാനഹു വ തആല റജബിൽ ഏറ്റവും കൂടുതൽ പരിഗണനയും ഇബാദത്തും നോമ്പും ശ്രദ്ധിക്കുന്ന ആളുകൾക്ക് വലിയ ഒരു സൗഭാഗ്യത്തിൻ്റെ പുണ്യമാക്കപ്പെട്ട പെരുന്നാൾ രാവാണ് ഇന്നത്തെ രാവ്. ഈ രാവിൻ്റെ പോരിശകൾ പറഞ്ഞ് നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, കൂടുതൽ വിശദീകരിക്കുന്നില്ല. ഏതായിരുന്നാലും ഇന്ന് കിട്ടിയാൽ ഏറ്റവും വലിയ ലാഭമാണ്, നഷ്ടപ്പെട്ടാലോ ഏറ്റവും വലിയ ലൈഫിൻ്റെ നഷ്ടമായിട്ട് മാറും. അല്ലാഹു കാക്കട്ടെ, ആമീൻ യാ റബ്ബൽ ആലമീൻ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ രാവിൽ ഏറ്റവും വലിയൊരു സന്തോഷവാർത്ത നിങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ കഴിവിൻ്റെ പരമാവധി ഇന്നത്തെ രാവിൽ ചൊല്ലേണ്ട ദിക്റുകൾ, സൂറത്ത്, ദുആ, ഇതെല്ലാം ഒരുമിച്ച് കൂടി ഒരു മജ്‌ലിസിൽ ഇരിക്കും പോലെ നമുക്ക് ലൈവായിട്ട് നമുക്കൊന്ന് ഒരുമിച്ച് കൂടണം. അൽഹംദുലില്ലാ, ഇന്ന് മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞാൽ ഒരു 6:45 6:45 നമ്മളന്ന് പലർക്കും നോമ്പൊക്കെ ഉണ്ടാവുമല്ലോ, നോമ്പൊക്കെ തുറന്നിട്ട് വളരെ പെട്ടെന്ന് പ്രിയപ്പെട്ടവരെ നമ്മുടെ ചാനലിൽ എല്ലാവരും വന്ന് കുടുംബസമേതം ഒന്ന് സംഗമിക്കണം. അൽഹംദുലില്ലാ, ലൈവായിട്ട് കഴിവിൻ്റെ പരമാവധി നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. ഒന്ന് ഒരുമിച്ച് കൂടിയിട്ട് നമുക്കൊന്ന് ദുആ ചെയ്യണം, ദിക്റുകൾ ചൊല്ലണം. എല്ലാവരും വരണം, എല്ലാവരെയും പങ്കെടുപ്പിക്കണം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നിർബന്ധമായും സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ഐക്കൺ എനേബിൾ ചെയ്യണം, ഓൾ സെലക്ട് ചെയ്യണം. അപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നുകൊണ്ടിരിക്കും, പ്രത്യേകം ഓർക്കണം. പിന്നെ അൽഹംദുലില്ലാ, വലിയ സന്തോഷമുള്ള നിങ്ങളുടെ കമൻറ്റാണ്. നിർബന്ധമായും കമൻറ്റുകൾ ഇനിയും രേഖപ്പെടുത്തണം. ചെറിയ നിലക്കും വലിയ നിലക്കൊക്കെ പറയുന്നവരുണ്ട്. അൽഹംദുലില്ലാ, വലിയ സന്തോഷമാണ് നിങ്ങളുടെ കമൻറ്റുകൾ, ലൈക്കുകൾ. അതൊരുപാട് പേർക്ക് ക്ലാസ് പോകാനൊക്കെ കാരണമാകും. അല്ലാതെ കമൻറ്റ് കണ്ട് സന്തോഷിക്കാനല്ലല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും അതിലെല്ലാം പങ്കാളിയാവുക പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഇന്നത്തെ ലൈവിൽ എല്ലാവരും പങ്കെടുക്കണം എന്നുകൂടെ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അൽഹംദുലില്ലാ, ഈ പുണ്യമാക്കപ്പെട്ട രാവിൽ 3 അത്ഭുതങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നടത്തുന്നുണ്ട്. 3 അത്ഭുതം. ഒന്ന്, ഈ പരിശുദ്ധമായ പോരിശയാക്കപ്പെട്ട രാവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളെ സമ്മേളിപ്പിക്കുന്നു കഅബ മന്ദിരത്തിൻ്റെ ചുറ്റുഭാഗത്ത്. പിന്നെ മറ്റുള്ളത് നമ്മൾ പറഞ്ഞതാണ്. പിന്നെ മറ്റുള്ളത്, നമ്മുടെ മരിച്ചുപോയ മുഴുവൻ വേണ്ടപ്പെട്ടവരുടെയും റൂഹകൾ നമ്മുടെ വീടിൻ്റെ വാതിൽക്കൽ വരും. തർഹമു അലൈന ഫി ഹാദിഹി ലൈലത്തുൽ മുബാറക. ഈ മുബാറക്കായ രാത്രിയിൽ ഞങ്ങളോടൊന്ന് കരുണ കാണിക്കുമോ, ഞങ്ങളുടെ പേരിൽ എന്തെങ്കിലും ഹദിയ കൊടുക്കുമോ, ഞങ്ങളുടെ പേരിൽ നിങ്ങളൊന്ന് ഭക്ഷണം കൊടുക്കുമോ, മറ്റാർക്കെങ്കിലും ഞങ്ങളുടെ പേരിൽ ഞങ്ങൾക്ക് കൂലി കിട്ടാൻ വേണ്ടി ഒരു ഫാത്തിഹയെങ്കിലും നിങ്ങൾക്ക് ഓതാൻ പറ്റുമോ, ദ്വാരക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ച് റിക്വസ്റ്റുമായി വരുന്ന രാവാണ്. നമ്മുടെ വേണ്ടപ്പെട്ടവരെ ഇന്നത്തെ രാവിലെ ഏറ്റവും കൂടുതൽ ഓർക്കണം. കഴിയുമെങ്കിൽ ഒരു ഫാത്തിഹ, ഒരു യാസീനാണെങ്കിൽ ഏറ്റവും മനോഹരമാണ്. അവരുടെ പേരിൽ ഒരു ഹദിയ എന്തെങ്കിലും നമുക്ക് നേരിട്ടോ ഗൂഗിൾ പേ വഴിയായോ മറ്റൊക്കെ കൊടുക്കാൻ കഴിയുന്ന സാഹചര്യമുണ്ട്, നമ്മൾ കൊടുത്താൽ ഏറ്റവും വലിയ സന്തോഷമാണ്. അവർ ഫറഹ സുറൂറായി മടങ്ങിപ്പോകും എന്ന ഹദീസിൽ പറയുന്നത്. അത് നമ്മൾ പരിഗണിക്കണം. പ്രിയപ്പെട്ടവരെ, ഖുർആൻ ഓതാൻ പറ്റാത്ത പീരീഡ്സിലുള്ള സഹോദരിമാർ എന്ത് ചെയ്യണം? ഉമ്മമാർ ഒരു 100 സ്വലാത്ത് അല്ലെങ്കിൽ 300 സ്വലാത്ത് വെള്ളിയാഴ്ച രാവല്ലേ ഓതിയിട്ട് അവർക്ക് ഹദിയ ചെയ്യണം. തീർച്ചയായും ഈ അജബുകൾ നിറഞ്ഞ റജബിൻ്റെ ഏറ്റവും പോരിശാക്കപ്പെട്ട രാവിൻ്റെ എല്ലാ പുണ്യങ്ങളും നമ്മൾ നേടുക തന്നെ വേണം. ഇന്ന് രോഗം മാറാത്തവരുടെ രോഗം മാറും, മുറാദ് ഹാസ്വിലാകാത്തവരുടെ, ഇതുവരെ ഹാസ്വിലാകാത്തവരുടെ മുറാദ് ഹാസ്വിലാകും. അതേപോലെ തന്നെ ഇന്ന് കടങ്ങൾ വീട്ടപ്പെടാൻ കഴിയാതെ ബുദ്ധിമുട്ടുന്നവരുടെ കടങ്ങൾ അല്ലാഹു വീട്ടിത്തരും. എല്ലാ പ്രശ്നങ്ങൾക്കും ഇന്ന് പരിഹാരമാണ്. ഇന്നത്തെ രാവ് ഒന്ന് ഉപയോഗപ്പെടുത്തണം.
ചെറിയൊരു മൈൻഡ് കൊടുക്കണം. ഒരുപാട് അധ്വാനമൊന്നുമില്ല. നമ്മൾ നിർബന്ധമായും ഇന്ന് ചെയ്തിരിക്കേണ്ട കാര്യങ്ങൾ ഞാൻ ഓടിച്ചു പറഞ്ഞു പോകാം. ഇന്ന് വെള്ളിയാഴ്ച രാവും കൂടെയാണല്ലോ. അപ്പോൾ വെള്ളിയാഴ്ച രാവുമായി ബന്ധപ്പെട്ട എല്ലാ സുന്നത്തുകളും സൂറത്തുൽ കഹ്ഫ് ഓതൽ, ഒരു 300 സ്വലാത്തെങ്കിലും ചൊല്ലൽ, അതൊക്കെ നമ്മൾ പ്രത്യേകിച്ച് പരിഗണിച്ചു കൊടുക്കണം. വെള്ളിയാഴ്ച രാവിൻ്റെ പരിഗണന. പിന്നെ ഇജാബത്ത് ഉറപ്പുള്ള രാവാണ്. റജബ് 1 രാവിൽ ഇജാബത്ത് ഉറപ്പാണെങ്കിൽ അതേപോലെ ഇമാമുന ശാഫഈ തങ്ങൾ ഇജാബത്ത് ഉറപ്പ് പറഞ്ഞ രാവാണ് ഇന്നത്തെ രാവ്. പരിഗണിക്കണം, നിർബന്ധമാണ്, ദ്വാരക്കണം. പിന്നെയോ മരണപ്പെട്ടു പോയവരെ സിയാറത്ത് ഇന്നത്തെ വ്യാഴാഴ്ച പകലിൽ കഴിയുമ്പോൾ, പ്രത്യേകിച്ച് വ്യാഴാഴ്ച അസർ കഴിഞ്ഞിട്ട്, ഇന്ന് അസർ കഴിഞ്ഞിട്ട് കഴിയുന്നവരൊക്കെ സഹോദരന്മാരോടാണ് പറയുന്നത്, ആൺമക്കളോടാണ് പറയുന്നത്, പുരുഷന്മാരോട്, പ്രിയപ്പെട്ട ഇക്കമാരോട് നിർബന്ധമായും, പ്രത്യേകിച്ച് നമ്മുടെ ഈ ചാനലിൻ്റെ കുടുംബക്കാർ നിർബന്ധമായും നമ്മുടെ വേണ്ടപ്പെട്ടവരുടെ ഖബർ സിയാറത്തിന് പോകണം, മക്കളെയൊക്കെ കൊണ്ടുപോകണം. അൽഹംദുലില്ലാ, അത് വല്ലാത്ത സന്തോഷവും ബറക്കത്തുമാണ്. വലിയ പുണ്യം നമുക്ക് കിട്ടും, അവർക്കും കിട്ടും. അത് ഓർക്കണം. പിന്നെ അപ്പോൾ അവരുടെ മേൽ ഹദിയ കൊടുക്കുക, അതേപോലെ തന്നെ ഖുർആൻ പാരായണം ചെയ്യുക, സ്വലാത്തുകളൊക്കെ ചൊല്ലിയിട്ട് കൊടുക്കുക. വീട്ടിലിരിക്കുന്ന സഹോദരിമാർക്കൊക്കെ അത് വളരെ എളുപ്പമാണ്. അതേപോലെ തന്നെ 4ാമത്തെ ഒരു കാര്യം സൂറത്തുൽ ഇഖ്ലാസ്, ഖുൽ ഹുവല്ലാഹു അഹദ്. ഇന്നത്തെ ഈ രാവിൽ 100 വട്ടം പാരായണം ചെയ്യുന്നവർക്ക് അള്ളാഹു കൊടുക്കുന്നൊരു ഗിഫ്റ്റുണ്ട്, സമ്മാനം. പടച്ച റബ്ബേ, അതൊന്ന് വാങ്ങിയെടുക്കാൻ മുഅ്മിനീങ്ങൾക്ക് വല്ലാത്ത ആനന്ദമാണ്. എന്താ അള്ളാൻ്റെ സമ്മാനം? അള്ളാൻ്റെ സമ്മാനം ഒരു നൂറാണ്. നൂറ്, ഒരു വെളിച്ചം. ആ മനോഹരമായ വെളിച്ചെന്തിനെന്നറിയോ? ഖിയാമത്ത് നാളിൽ അള്ളാഹു കൂടെ കൊടുക്കും സമ്മാനം. അപ്പോൾ തോന്നും, പടച്ചോനെ, ഞാൻ 1000 വട്ടം ഓതാൻ തയ്യാറായിരുന്നല്ലേ അല്ലാ, ഈ സമ്മാനം ഉണ്ടെങ്കിൽ. അപ്പം തോന്നാൻ പാടില്ല, ഇപ്പോൾ തോന്നണം. അപ്പോൾ അള്ളാഹു ആ 100 കൊടുക്കും. ആ 100 എന്തിനാണ് കൊടുക്കുന്നത്? ഖിയാമത്ത് നാൾ ഇരുട്ടാണ്, കൂരാക്കൂരി ഇരുട്ടാണ്. അവിടെ വെളിച്ചം, സ്വർഗത്തിലേക്ക് പോകാനുള്ള വെളിച്ചം, അത് സ്വർഗത്തിലാക്കി തരും ആ 100. അള്ളാഹു തൗഫീക്ക് തരട്ടെ. അപ്പോൾ നിർബന്ധമായും ഒരു 100 ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് നമ്മൾ പാരായണം ചെയ്യണം. അത് ചെയ്ത് കഴിയുമ്പോഴേക്ക് 100 കൊല്ലത്തെ നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടും എന്ന് ഹദീസിൽ കാണാം. ആലോചിച്ച് നോക്കി, എത്ര സൗഭാഗ്യമാണ്. അതേപോലെ തന്നെ അത്രയും പെട്ടെന്ന് നമ്മൾ പാരായണം ചെയ്യുമ്പോൾ 20 സ്വർഗീയ കൊട്ടാരങ്ങൾ, സ്വർഗീയ പാലസുകൾ, വീടുകൾ നമുക്ക് അല്ലാഹു തയ്യാർ ചെയ്തു വെക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊക്കെ നമ്മൾ പരിഗണിക്കണം പ്രിയപ്പെട്ടവരെ. അപ്പോൾ 100ഉം 200ഒക്കെ പാരായണം ചെയ്യുന്നവരുണ്ട്, അവർക്കൊക്കെ വല്ലാത്ത പോലീസ് കിട്ടുന്നുണ്ട്. അപ്പോൾ സൂറത്തുൽ ഇഖ്ലാസിൻ്റെ കാര്യം നമ്മൾ നിർബന്ധമായി ഒന്ന് പരിഗണിച്ചു കൊടുക്കണം ഇന്നത്തെ രാവിൽ. അതേപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഏറ്റവും കൂടുതൽ പരിഗണിക്കേണ്ടത് ഇസ്തിഗ്ഫാറിൻ്റെ ഭാഗമാണ്. പാപങ്ങളൊക്കെ പൊറുക്കും. ഹജ്ജ് ചെയ്താൽ മാത്രമല്ല പാപം പൊറുക്കുന്നത്. ഇന്നത്തെ രാവിൽ പാപങ്ങൾ പൊറുക്കുന്ന കൊടാനുകൂടി മുഅ്മിനീങ്ങളുണ്ട്. എന്താ പൊറുക്കാൻ കാരണം? ചുമ്മങ്ങട് പൊറുക്കല്ല, അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അല്ലാഹുവേ പുറത്തു തരണേ അല്ലാ എന്ന് പറഞ്ഞ് ഇസ്തിഗ്ഫാറും തൗബയും മനസ്സ് കരഞ്ഞ് അള്ളാഹിനോട് പറഞ്ഞിട്ട് പൊറുക്കണേ റബ്ബേന്ന് ഇന്ന് നെഞ്ചകത്തുനിന്ന് വന്നാൽ, എൻ്റെ പ്രിയപ്പെട്ടവരെ, പാപം പൊറുക്കാൻ പിന്നെ എവിടെയും പോകണ്ട, ഒരടി നടക്കണ്ട, ആ ഇരുന്ന ഇരിപ്പിൽ അല്ലാഹു പാപം പൊറുക്കും. അപ്പോൾ ഇന്ന് ഇസ്തിഗ്ഫാർ തൗബ വളരെ മസ്റ്റാണ്. നമ്മുടെ ലൈവ് പരിപാടികൾ അൽഹംദുലില്ലാ മനസ്സ് തുറന്ന് നമുക്ക് തൗബ ചെയ്യണം. എല്ലാവരും സംഗമിക്കണം, ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. അൽഹംദുലില്ലാ. പിന്നെ 6ാമത്തെ ഒരു കാര്യം, കഴിയുമെങ്കിൽ തസ്ബീഹ് നിസ്കാരം. നമുക്കറിയാമല്ലോ, അറിയാവുന്ന പോലെ തസ്ബീഹ് നിസ്കാരം പറ്റുന്നവർക്ക് വലിയൊരു പുണ്യമാക്കപ്പെട്ട രാവാണല്ലോ. പരിഗണിച്ചു കൊടുക്കാൻ കഴിയുന്നവർ. 7ാമത്തെ ഒരു കാര്യം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. എന്താണത്? നമ്മുടെ ഈ ക്ലാസ്, അതായത് റജബിൻ്റെ അജബീറും ആദ്യ വെള്ളിയാഴ്ച രാവിൽ എന്തൊക്കെ ചെയ്യണം, ചൊല്ലണം, അതിനെക്കുറിച്ചുള്ള നമ്മുടെ ഈ ക്ലാസ് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. അൽഹംദുലില്ലാ, അതും ഇന്നത്തെ ഈ ദിവസം അല്ലെങ്കിൽ ഈ രാവുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെയ്യുന്ന ഏറ്റവും പെർഫെക്റ്റായ അമലാവും. കാരണം ഇതൊരാൾ അറിയുമ്പോൾ, നമ്മുടെ ഈ ക്ലാസ് വേറൊരാൾ അറിഞ്ഞു ഇന്ന കാര്യങ്ങളുണ്ട്, അത് പുണ്യമാണ്. അവർ ചെയ്തു, അത് നൂറുന്നല നൂർ, പഞ്ചസാരക്കുന്നിന്മേൽ തേന്മഴ പെയ്യുന്നു എന്ന് പറയും പോലെ പുണ്യമാണ്. അതുകൊണ്ട് റജബിൻ്റെ അജബീറും ഈ പുണ്യമായ ലൈലത്തുർ റഗായിബ് എന്ന് പറയാൻ പറ്റുന്ന ഈ പരിശുദ്ധമായ രാവിൽ പ്രിയപ്പെട്ടവരെ, നമുക്കെല്ലാം മനസ്സറിഞ്ഞ് ഇബാദത്ത് ചെയ്യാനും മിനിമം മനസ്സറിഞ്ഞ് ദ്വാരക്കാൻ നമ്മൊരിച്ചിരി നേരം ഇരിക്കണം, ഒരല്പനേരം. അൽഹംദുലില്ലാ, ലൈവിൽ പങ്കാളിയാകണം, ക്ലാസ് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം. നിർബന്ധമായും ഇതിൻ്റെ താഴ്ഭാഗത്ത് കമൻറ്റിൽ വരണം. അൽഹംദുലില്ലാ, നമ്മുടെ ക്ലാസ് പരമാവധി എല്ലാവരിലേക്കും ഒന്ന് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പരിശുദ്ധമായ രാവ് കൊണ്ട് സ്വർഗം പുൽകുന്നവരിൽ അല്ലാഹു നമ്മളെ ചേർക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.